പാലക്കാട് ഭവാനിപ്പുഴയിൽ 2 വിനോദസഞ്ചാരികളെ കാണാതായിട്ട് 2 ദിവസം പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല. ഭവാനിപ്പുഴയിൽ നീരൊഴുക്ക് ശക്തമാണ്. അപകടകരമായി വെള്ളത്തിലിറങ്ങുന്ന വിനോദസഞ്ചാരികളെ തടയാനാകുന്നില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നു. ആദ്യമൊരു പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞ ആഗസ്റ്റ് 15 ദിവസം കോയമ്പത്തൂർ സ്വദേശികൾ ഇവിടെ ഭവാനിപ്പുഴയിൽ കുളിക്കാൻ വന്ന 2 യുവാക്കൾ കാണാതായിട്ട് ഇന്നത്തോടെ 3 ദിവസമായി. ഇന്ന് കണ്ടുകിട്ടാൻ സാധ്യതയില്ല, കണ്ടിട്ടില്ല. അതേസമയം ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട് ഭവാനിപ്പുഴയിലും ശിരുവാണിപ്പുഴയിലും കുളിക്കുന്നുണ്ട്. അതിന് ഒരു നിയന്ത്രണമില്ല, ആരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് നിയന്ത്രണത്തോടെ ഈ ടൂറിസം ഇവിടെ വന്നിട്ട് നിർബന്ധമാണ്. ഇവർ വരുന്നവർക്ക് പോകുന്നവർക്ക് ഏതൊരു ഉത്തരവാദിത്തമില്ല. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചെയ്യുന്നത്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. 2 പേരെ ഇനിയും കാണാനില്ല. അവിടെ മുന്നറിയിപ്പുണ്ടെന്ന് പറയുന്നു. കൃത്യമായി ഓരോ വിനോദസഞ്ചാരിക്കും മനസ്സിലാകുന്ന രീതിയിലാണോ ഈ മുന്നറിയിപ്പ്? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ ജീവൻ പണയം വെച്ച് ഓരോരുത്തരും വന്നിറങ്ങാനുള്ള ഒരു കാരണം എന്താണ്? അട്ടപ്പാടിയിലേക്ക് പ്രധാനമായും കോയമ്പത്തൂർ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് വിനോദസഞ്ചാരികൾ ആനക്കട്ടി വഴിയൊക്കെ കയറി വരുന്നത്. ഈ മേഖലയിൽ മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്, അത് തമിഴിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കാര്യമായ രീതിയിൽ അതൊന്നും പരിഗണിക്കാതെ വിനോദസഞ്ചാരികൾ ഇറങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ചിലപ്പോൾ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കണ്ടേക്കാം. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഇല്ലാതെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോയമ്പത്തൂർ സ്വദേശികളായ 2 യുവാക്കൾ ഇത്തരത്തിലാണ് കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങൾക്ക് മുൻപ് ഭവാനിപ്പുഴയിൽ ഇറങ്ങിയത്. ഒഴുക്കിൽപ്പെട്ട് ഒഴുകിപ്പോകുന്നത് കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് വലിയ തെരച്ചിൽ സ്കൂബ സംഘം, അതുപോലെ തന്നെ നാട്ടുകാർ, സിവിൽ ഡിഫൻസ് എല്ലാവരും ചേർന്ന് നടത്തി. പക്ഷേ കണ്ടെത്താനായില്ല. കുന്തിപ്പുഴ മേഖലയിലെ പരിശോധന ഇനി തുടരാനുണ്ട്. അവിടെയും പരിശോധന തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർക്കുള്ളത്. നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു മടുത്തു ക്രിസ്റ്റീന. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ പോലും ആളുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന, കുട്ടികളെ അടക്കം കൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, ഭവാനിപ്പുഴ ഒരു ചതിപ്പുഴയാണ് എന്ന തരത്തിൽ കാലവർഷത്തിൽ പറയാറുണ്ട്. നിറയെ ചതിക്കുഴികളുള്ള, ചുഴികളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടകരമായ ഈ വെള്ളത്തിലിറങ്ങൽ അവസാനിപ്പിക്കണം. ജില്ലാ ഭരണകൂടവും അത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നല്ല ശക്തമായ മഴ പല മേഖലകളിലും ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.